അങ്ങനെ നമ്മുടെ അലീന സ്റ്റാൻലി പറഞ്ഞതനുസരിച്ചിട്ട് വീട് മുഴുവനും ചുറ്റിയിട്ടും തോട്ടം മുഴുവനും ചുറ്റി കണ്ടിട്ട് അവസാനമായിട്ട് അടുക്കളയിലേക്ക് വരുന്നുണ്ട്. അടുക്കളയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ പൗലോസേട്ടൻ ഓരോന്ന് ഭക്ഷണം ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീനോട് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ അങ്ങോട്ട് വന്ന ഭക്ഷണം വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടൊന്നും തന്നിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട് അതൊന്നും വേണ്ട, എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ ഇവിടെ വന്ന് എടുത്തോളാം, ഞാൻ എന്തായാലും ഉണ്ടാക്കാൻ കൂടട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് പൗലോസ് പറഞ്ഞു അയ്യോ ഒന്നും വേണ്ട, ഇവിടെ വെറും ഓർഡർ മാത്രം, എന്താണ് സാറ് വേണ്ടതെന്ന് പറയും അതുപോലെ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കും, അല്ലാതെ ഇവിടെ ആരും അടുക്കളയിൽ കയറാറില്ല, ഇവിടെ അടുക്കളയിൽ എന്താ സംഭവിക്കണ പോലും സാറ് നോക്കാറില്ല, അവിടുന്ന് ഇങ്ങനെ എന്താ വേണ്ടതെന്ന് പൗലോസേ എന്ന് വിളിക്കും. ആ സമയത്ത് ഇവിടെ എന്താ ഉണ്ടാക്കിയ വെച്ചാൽ അതങ്ങനെ ഡൈനിങ് ടേബിളിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അലീന വിചാരിക്കേണ്ടത് സ്റ്റാൻലി ഒരു ഭീകര ജീവിയാന്നൊക്കെ വിചാരിച്ചിട്ട് വല്ലാതെ പേടിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ അലീന ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ചെല്ലുന്നത് നമ്മുടെ സ്റ്റാൻലിയുടെ റൂമിലേക്കാണ്. സ്റ്റാൻലിയുടെ റൂമിലേക്ക് ചെന്ന് തുറക്കണ സമയത്ത് സ്റ്റാൻലി ആണെങ്കിൽ ഗംഭീരമായിട്ടിരുന്ന് മദ്യപിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ അലീന ആകെ പേടിച്ച് വരച്ചിട്ട് പുറത്തേക്ക് തന്നെ വരുന്നുണ്ട്. നമ്മുടെ സ്റ്റാൻലി ആണെങ്കിൽ അലീന വന്ന് എത്തി നോക്കി ഇത് കണ്ടിട്ട് നമ്മുടെ സ്റ്റാൻലി അലീനയുടെ പിന്നിൽ തന്നെ വരുന്നുണ്ട്. എന്തായാലും എന്നിട്ട് അലീനോട് ചോദിക്കുന്നുണ്ട് എന്തായി ഭക്ഷണം കഴിക്കാറായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ ഈ ശീലം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട് എനിക്കിതില്ലാതെ പറ്റില്ല, എനിക്ക് ചായയും കാപ്പി എന്നല്ല പ്രധാനം, എനിക്കിതാണ് പ്രധാനം, ഇത് എപ്പോഴും വേണം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ അലീനയ്ക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട് വീടൊക്കെ ചുറ്റിക്കണ്ടോ, എന്നിട്ട് എന്തായി വീടൊക്കെ ഇഷ്ടമായോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ അലീനാണെങ്കിൽ ഒന്നും ഉണ്ടാതെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട് എന്നാൽ വായോ നമുക്ക് ഭക്ഷണം കഴിക്കാറായിച്ചാൽ നമുക്ക് പോയി കഴിക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട് എനിക്ക് വിശപ്പില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയരുത്, വായോ നമുക്കൊക്കെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ അലീനയുടെ കയ്യിൽ നിന്ന് ഒരു കഷ്ണം ഇറച്ചി താഴത്തേക്ക് വീഴുന്നുണ്ട്. അത് കാണുന്ന സമയത്ത് അവൾ വേഗം അത് പെറുക്കിയിട്ട് കഴിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട് താഴെ വീണ ഭക്ഷണങ്ങളൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ വേറെ എടുത്ത് കഴിച്ചുകൂടെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട് ഞാൻ അനാഥാലയത്തിൽ ഇങ്ങനെയാണ് കഴിഞ്ഞിരുന്നത്, ഞങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് കഷ്ടപ്പെട്ടിരുന്നു, അതുകൊണ്ട് എനിക്ക് ഭക്ഷണം വേസ്റ്റ് ആക്കണമെന്ന് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സ്റ്റാൻലിക്കാണെങ്കിൽ ഇതൊക്കെ വലിയ കൊള്ളുന്നുണ്ട്. എന്തായാലും നമ്മുടെ അലീന ആണെങ്കിൽ സ്റ്റാൻലിയോട് ഒട്ടും അടുക്കണമൊന്നുമില്ല. സ്റ്റാൻലിക്കാണെങ്കിൽ എന്താ ഇവിടെ നമ്മളോട് ഇങ്ങനെ പെരുമാറണം എന്നൊക്കെ വിചാരമുണ്ട്. എന്തായാലും സ്റ്റാൻലി ആ സമയത്ത് പറയണ്ടേ ഇതുവരെ നീ എങ്ങനെ കഴിഞ്ഞിരുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇന്ന് മുതൽ നീ എൻ്റെ മകളാണ്, അതിനനുസരിച്ചിട്ട് വിലയും നിലയിൽ നിനക്ക് ഇവിടെ കഴിയാമെന്നൊക്കെ പറയുന്നുണ്ട്. നിനക്ക് ഇവിടെ ഒന്നിൻ്റെ ഒരു കുറവുണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ അലീന ഒന്നും പറയാതെ പിന്നെ ഭക്ഷണം ഇങ്ങനെ കഴിക്കും. പിന്നെ എന്തായാലും സ്റ്റാൻലി പറഞ്ഞിട്ട് പോയി കടന്നോളാൻ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട്. അലീനോട് നമ്മുടെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് എങ്ങനെ മോളെ നിനക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നത് അതിലേക്കേറെ വലിയ കഷ്ടപ്പാടിൽ ഞാൻ പൊരുതി വന്നതല്ലേ, ഇതൊന്നും എനിക്ക് അത്ര ഇതൊന്നായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ബാലചന്ദ്രൻ അലീനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.